ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്കാണ്. സ്നാക്ക് വെറൈറ്റി അല്ല, പക്ഷേ ഈ ഉണ്ടാക്കുന്ന മെത്തേഡ് വെറൈറ്റിയാണ്. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലെ ചോറ് ബാക്കി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ അത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കാൻ നേരത്ത് തിളപ്പിച്ചെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ ഇട്ട് നമ്മൾ ഉപയോഗിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഓവനിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ചൂടാക്കി അങ്ങനെ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവേ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂടോടുകൂടിയുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. എന്നും പറഞ്ഞ് നമുക്ക് ചോറൊന്നും ബാക്കി വരുന്ന കളയാനും പറ്റില്ല. അപ്പം അങ്ങനെ ചോറ് വേസ്റ്റ് ആവാതെ അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സൈറാസ്. ഇതിലേക്ക് എനിക്ക് ബാക്കി വന്ന തലേന്നത്തെ ചോറ് അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സവോള, അത് കുനുകുന അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. ആദ്യം നമ്മൾ എടുത്ത് വെച്ച ആ ചോറ് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവോളയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയും. നിങ്ങൾ ചോറിൽ ഉപ്പിട്ട് വേവിച്ച ചോറാണെങ്കിൽ ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ നമ്മുടെ ഇതിന് വേണ്ട ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാൽ നമുക്കിത് കുഴയ്ക്കാൻ പാടാവും. സോ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ആ മിക്സ്ചറിലേക്ക് ഒരു 3-4 ഞാനിപ്പോൾ 3-4 സ്പൂണാണ് അരിപ്പൊടി ഇട്ടത്. അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി ഇട്ടാൽ മതി. നിങ്ങൾ ആ അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ ചോറ് അരച്ചതുണ്ടോ അതിന് അനുസരിച്ചിട്ട് വേണം ആ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആ ഒരു അളവ് നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ നമ്മളത് കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിലാവണമെന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിന് അരിപ്പൊടി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അത് കുഴച്ചെടുക്കുക. ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു ഉഴുന്നയുടെ ഷേപ്പിൽ നമുക്കത് കിട്ടണം. നമ്മുടെ മാവ് ഫുൾ ആ ഒരു ഷേപ്പിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് വറുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ നമ്മുടെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഓരോന്നും വറുത്തെടുക്കാനായിട്ട്. കാരണം ഇതിന് ഇത്തിരി സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരാൻ. കാരണം അരി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ അത് പെട്ടെന്ന് കരിയാനും സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്കെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് മൊത്തം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോറ് ഉഴുന്നോടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ നമ്മുടെ ചോറൊന്നും വേസ്റ്റ് ആവത്തുമില്ല. ഈ ഒരു ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഴയ ചോറൊന്നും കഴിക്കുകയും വേണ്ട. പിന്നെ പഴങ്കഞ്ഞിയൊക്കെ ശരീരത്തിന് നല്ലതാണ്, പക്ഷേ ഇപ്പം അതൊന്നും നമ്മൾ കഴിക്കണ്ട. അപ്പം ഇങ്ങനെ ചോറ് വേസ്റ്റ് ആവാതെ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ചോറ് വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ, അന്നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. വേറെ പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിലായിട്ട് പറയണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. പിന്നെ മറക്കല്ല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനോട് പറയണം. ഓക്കെ, ബൈ ബൈ.